പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല അതിന് തടയിടുന്നതോടൊപ്പം തന്നെ സാധാരണക്കാർക്ക് അങ്ങേയറ്റം അഫോർഡബിൾ ആകുന്ന തരത്തിലുള്ള സേവനങ്ങൾ നൽകുക എന്നതാണ് ഗ്രീഫ്സ് കെയറിൻ്റെ വാഗ്ദാനം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് ബാംഗ്ലൂരിലുള്ള ഗ്രീഫ്സ് സർവീസ് സെൻ്ററാണ്. അതായത് ഗ്രീഫ്സിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണപ്പെട്ട ആൾക്കാർക്ക്, സാധാരണക്കാരായിട്ടുള്ളവരാണല്ലോ കൂടുതലും ഓട്ടോ ഡ്രൈവേഴ്സ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് നമുക്ക് സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇത്തിരി പ്രയാസമാണ് നല്ല സർവീസ് കിട്ടാനായിട്ട്. സർവീസ് സെൻറ്റേഴ്സ് പലയിടത്തും ഉണ്ട്, പക്ഷേ ഒരു ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ടുള്ള സർവീസ് ചെയ്ത് കിട്ടുക എന്നുള്ളത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിരിക്കണം. അങ്ങനെയുള്ള സർവീസ് സെൻറ്ററുകൾ വളരെയധികം വിരളമാണെന്ന് തന്നെ പറയാം. അപ്പം അതിനൊരു പരിഹാരമായിട്ടാണ് ഗ്രീഫ്സിൻ്റെ ഈ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഡെയിലി കഷ്ടപ്പെട്ട് ഓടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ മുതൽ 2000 രൂപ വരെയാണ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത്. അപ്പം കൂടെ ഓട്ടം ഉള്ള സമയത്ത് നമുക്ക് റിപ്പയറിങ് കാര്യങ്ങളും കൂടുതലായിട്ട് വരും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്താൽ മാത്രമേ ഉള്ളൂ അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുള്ളൂ. കാരണം നല്ല മൈലേജ് ഉള്ള ഒരു ഓട്ടോറിക്ഷക്കാരനേ ഉള്ളൂ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വണ്ടി കണ്ടീഷൻ ആയിരിക്കണം. ഇതിൻ്റെയൊക്കെ ഒരു സർവീസ് എന്ന് പറയുന്നത് പുറത്തൊക്കെ വളരെയധികം ചാർജ് കൂടുതലാണ്. അപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ളൊരു പേയ്മെൻറ്റിൽ നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സർവീസ് സെൻ്റർ എന്ന് പറയുന്നത് 25 വർഷം മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ്. 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യനാണ് ഇവിടെ മെയിനായിട്ട് ജോലി ചെയ്യുന്നത്. അപ്പം മിനിമം 10 years എങ്കിലും ഉള്ള ആൾക്കാർക്ക് ഇവിടെ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം ക്വാളിറ്റി ഉള്ള ഒരു സർവീസ് അത് അല്ലെങ്കിൽ നമുക്ക് നോളജ് ഉള്ള ഒരു ടെക്നീഷ്യനായിരിക്കും തീർച്ചയായിട്ടും ഗ്രീഫ്സിൽ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 വീലേഴ്സ് അത് ഇലക്ട്രിക് ആയാലും ഡീസൽ എഞ്ചിൻ ആയാലും ഇവിടെ റിപ്പയർ ചെയ്ത് വളരെ പ്രോപ്പറായിട്ട് ചെയ്തു കൊടുക്കും. എവറി മന്ത് ഇവർക്ക് പ്രത്യേകം ഗ്രീഫ്സിൻ്റെ അണ്ടറിൽ ട്രെയിനിങ് കൊടുക്കുന്നതായിരിക്കും എല്ലാ സ്റ്റാഫിനും. ഇവിടെ 11ഓളം സ്റ്റാഫ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ഇതിനകത്ത് നോളജ് ഉള്ളവരാണ്. സർവീസ് മാത്രമല്ല, ഇവിടെ പുതിയ വണ്ടികളുടെ സെയിലും ഉണ്ട്, സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസിൻ്റെ സെയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ റണ്ണാവുന്നുണ്ട്. അപ്പം ഈ കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പുതിയ വണ്ടികളുടെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. ഇപ്പം ഡെലിവറി ചെയ്യാനുള്ള ഒരു വണ്ടിയാണ്. ആ കാണുന്നത് സെക്കൻഡ് ഹാൻഡ് വെഹിക്കിളാണ്. അപ്പം അതും സെയിൽ ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഈ കാണുന്നത് ഇവരുടെ ഒരു ഗ്യാരേജാണ്. ഡെയിലി ഇവിടെ ഒരു 15 മുതൽ 20 ഓട്ടോറിക്ഷാസ് ആണ് അല്ലെ 3 വീലേഴ്സാണ് സർവീസ് ചെയ്ത് പടപടയെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അവരുടെ ഒരു നോർമൽ സർവീസിന് ഒരു മാക്സിമം 1 hour അല്ലെങ്കിൽ 45 minutes to 1 hour അവർ ചെയ്യുന്നത്. ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് വണ്ടികൾ വരുന്നു, അവർ സർവീസ് ചെയ്ത് വിടുന്നു. ഭയങ്കര പെർഫെക്റ്റായിട്ട് വളരെ ഫാസ്റ്റായിട്ടാണ് അവർ ചെയ്യുന്നത്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് ഇവിടെ ഉള്ളത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ളത് ഇവരുടെ സ്പെയർസിൻ്റെ കാര്യമാണ്. അതായത് ഗ്രീഫ്സ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ യൂസ് ചെയ്യുന്നത് ലോക്കൽ പ്രൊഡക്ട്സ് അല്ല. കാരണം ഗ്രീഫ്സിൻ്റെ തന്നെ ഒറിജിനൽ ജെനുവിൻ ആയിട്ടുള്ള സ്പെയർ പാർട്സ് ആണ്. കാരണം കൂടുതൽ ഡ്യൂറബിലിറ്റി അതുപോലെ ലോങ് ലൈഫും നമുക്ക് അതിൽ കിട്ടും സ്പെയറിന്. അതുകൊണ്ട് തന്നെ കൂടുതൽ മൈലേജ് കാര്യങ്ങളൊക്കെ വണ്ടികൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറച്ചും കൂടെ ഒരുപാട് കോസ്റ്റ് അതിന് വേണ്ടി നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടി കളയേണ്ടി വരുന്നില്ല. ഇതിൻ്റെ ഒരു സർവീസ് കോസ്റ്റ് ഞാനിപ്പം അവരോട് ഡിസ്കസ് ചെയ്തപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് ഒരു റെഗുലർ സർവീസ് ഓയിൽ ഫിൽറ്ററും അതുപോലെ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, ജനറൽ ചെക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1300 രൂപ ആകുന്നുള്ളൂ വിത്ത് ലേബർ ചാർജ്. അപ്പം അത് അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേഞ്ചാണെന്ന് ഞാൻ പറയുള്ളൂ. പല സർവീസ് സെൻറ്ററിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസങ്ങൾ വണ്ടി നമ്മളുടെ സർവീസ് സെൻറ്ററിൽ കിടക്കും, പാർട്സ് കിട്ടാൻ ലേറ്റ് ആകും. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. പെട്ടെന്നാണ് വണ്ടികൾ സർവീസ് ചെയ്യുന്നത്. അതുപോലെ പാർട്സിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നവും വരുന്നില്ല. വളരെ ഈസി ആയിട്ട് അവർ ഇവിടെ റെഡി പാർട്സ് അവൈലബിൾ ആണ്. ജെനുവിൻ ആയിട്ടുള്ള പാർട്സാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അപ്പം ഈ കാണുന്നതാണ് ഗ്രീഫ്സിൻ്റെ സ്പെയർ പാർട്സ് സെക്ഷൻ. ഇവിടെയാണ് നമ്മളുടെ ജെനുവിൻ ആയിട്ടുള്ള പാർട്സുകളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗ്രീഫ്സിൻ്റെ പ്രൊഡക്റ്റാണ്. ഓയിലും മറ്റ് ഫിൽറ്റേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. ഗ്രീഫ്സിൻ്റെ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സർവീസും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്പിലൂടെ ബുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് RSA അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾ വഴിയിൽ വെച്ചിട്ടുണ്ടായി, അപ്പോൾ നിങ്ങൾ ഒരു വർക്ക്ഷോപ്പിലോട്ട് ആ വണ്ടി വലിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമില്ല. അവർ അവിടെ ഡയറക്റ്റ് വന്ന് ചെയ്തു തരും.
മേജറായിട്ടുള്ളതാണെങ്കിൽ മാത്രം ടോ ചെയ്തിട്ട് സർവീസ് സെൻറ്ററിൽ കൊണ്ടുവരുന്നതായിരിക്കും. ഇൻഷുറൻസ്, അതുപോലെ FC, RTO റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സർവീസും ഗ്രീവ്സിൽ അവൈലബിൾ ആണ് ഈ ഒരു ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ. 15 വർഷത്തോളം മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യനാണ് ഇവിടെ മേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് എല്ലാം മിനിമം 10 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് 3 വീലർ ഈ ഒരു റിപ്പയറിംഗ് ഇൻഡസ്ട്രിയിൽ. അപ്പോൾ അത്രയും വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസാണ് ഗ്രീവ്സിൻ്റെ ഈ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എഞ്ചിൻ റിപ്പയർ ചെയ്യുന്ന ആ ഒരു സെക്ഷനിലോട്ട് പോകാം. ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു എഞ്ചിൻ റിപ്പയർ ചെയ്യുന്നത്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പം ഈ കാണുന്ന ഒരു സെക്ഷനാണ് ഗ്രീവ്സിൻ്റെ സർവീസ് സെൻറ്ററിലെ എഞ്ചിൻ റിപ്പയറിംഗ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോയുടെ എഞ്ചിനാണ്, ഒരു 3 വീലർ. അതുപോലെ തന്നെ ഈ ഒരു എഞ്ചിൻ ഓൾറെഡി അവർ അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഈ ഒരു എഞ്ചിൻ വെച്ചിരിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാൻഡ്, അത് നോർമൽ ഒരു സ്റ്റാൻഡല്ല, കുറച്ച് പരിപാടികൾ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ ടെക്നീഷ്യന് ഇത് മൊത്തത്തിൽ ഈസി ആയിട്ട് സർവീസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ഗിയറും ലിവറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഒരാൾക്ക് തന്നെ ഇത് സർവീസ് ചെയ്തെടുക്കാനുള്ള ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. സേഫ്റ്റി മെഷേഴ്സായിട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു പ്രൊഫഷണലിസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. പിന്നെ കൂടുതലും ഗ്രീവ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എനിക്ക് തോന്നിയത് ലുക്കിലല്ല വർക്കിലാണ് കാര്യം എന്ന് പറയുന്നത്. പ്രാക്ടിക്കൽ സൈഡിൽ അല്ലെങ്കിൽ സർവീസ് ചെയ്ത് അവരെ പെർഫെക്റ്റായിട്ട് ആ സാധനം തരുന്നതിലാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സർവീസ് ചെയ്ത് തരുന്ന കാര്യത്തിൽ അവർ ബെറ്ററായിട്ട് എനിക്ക് തോന്നി മറ്റുള്ള ഗ്യാരേജിലെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ. ഓരോ 5 മിനിറ്റിലും വണ്ടികളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവർ റിപ്പയർ ചെയ്ത് നല്ല നീറ്റായിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് ഇതുപോലെ വേറെ സ്കൂട്ടറുകളും ഇവിടെ ഉണ്ട്. അതായത് നമുക്കിപ്പം പുറത്ത് വെച്ച് നമ്മൾ ഓട്ടത്തിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി ഒരു പ്രോബ്ലം വരികയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി റെഡി ചെയ്ത് വെച്ചിരിക്കുന്ന സ്കൂട്ടേഴ്സാണ്. ഇതുപോലെ പല സ്കൂട്ടേഴ്സ് ഇവിടെ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടെക്നീഷ്യന്മാർ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ വണ്ടി എവിടെയാണ് പ്രോബ്ലമായിട്ട് കിടക്കുന്നെങ്കിൽ അവിടെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു സ്കൂട്ടർ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിക്കാണ് അവർ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓട്ടോ EV മാർട്ട് അവതരിപ്പിക്കുന്ന ആദ്യ ബ്രാൻഡാണ് ഗ്രീവ്സ് റീറ്റെയിൽ. ഏറ്റവും വലിയ മൾട്ടി ബ്രാൻഡഡ് ഇലക്ട്രിക് 2 വീലർ 3 വീലർ റീറ്റെയിൽ നെറ്റ്വർക്കുള്ള ഗ്രീവ്സ് കെയർ 9000 റീറ്റെയിൽ സ്റ്റോറുകളും 200 വിതരണക്കാരും 20,000 മെക്കാനിക്കുകളും 5 ദശലക്ഷം ഉപഭോക്താക്കളുമുള്ള ഏറ്റവും വലിയ റീറ്റെയിൽ ശൃംഖലയാണ് ഗ്രീവ്സ് കെയറിനുള്ളത്. സെയിൽസും മെയിൻ്റനൻസും സ്പെയർ പാർട്സുകളുടെ വിതരണവും കസ്റ്റമേഴ്സിന് മികച്ച സേവനം നൽകുക എന്നതാണ് ഗ്രീവ്സ് കെയർ അർത്ഥമാക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു 3 വീലർ ഓണർ ആണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ഗ്രീവ്സിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ഒന്ന് സർവീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആകും. ജെന്യൂൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഞെക്കി പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ ആയിട്ടുണ്ട്. അപ്പം അത് നിങ്ങളുടെ ഒരു ഇംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ.